സ്റ്റുഡൻസ്, നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാമെന്ന് പറഞ്ഞു. മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, ആൻഡ് സെക്കൻഡ് വൺ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, ആൻഡ് തേർഡ് വൺ പ്രോഗ്രാമിംഗ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. അതിൽ സ്റ്റാറ്റിസ്റ്റിക്കലും മാത്തമാറ്റിക്കലും നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിക്കഴിഞ്ഞു. നെക്സ്റ്റാണ് പ്രോഗ്രാമിംഗ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. അതായത് പ്രോഗ്രാമിംഗ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്ന മറ്റൊരു പേരാണെന്ത്? ഓപ്പറേഷൻസ് റിസർച്ച്. ഓപ്പറേഷൻ റിസർച്ച് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സയൻസ്, അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് സെമ്മിൽ പഠിക്കാനുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എന്താ കാര്യം എന്ന് പറഞ്ഞുതരാം. ഒന്നാമത്തെ പ്രോഗ്രാമിംഗ് ടെക്നിക്കിൽ ഒന്നാമത്തായിട്ടാണ് എന്ത്? ഇമ്പോർട്ടൻറ്റ് പ്രോഗ്രാമിംഗ് ടെക്നിക്സ്. ഒന്നാമത്തെ പോയിൻ്റാണ് ലീനിയർ പ്രോഗ്രാമിംഗ്. ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീനിയർ പ്രോഗ്രാമിംഗ് ടെക്നിക്ക് ഈസ് യൂസ്ഡ് ഇൻ ഫൈൻഡിങ് എ സൊല്യൂഷൻ ഫോർ ഒപ്റ്റിമൈസിങ് എ ഗിവൻ ഒബ്ജക്റ്റീവ് അണ്ടർ സർട്ടെയിൻ കൺസ്ട്രെയിൻസ്. അതായത് ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുകയാണ്. സർട്ടെയിൻ ആയിട്ടുള്ള കൺസ്ട്രെയിൻസിനെ ബേസ് ചെയ്തിട്ടാണ് ആ പ്രോഗ്രാമിന് സൊല്യൂഷൻ കണ്ടെത്തുന്നത്. അതാണ് ലീനിയർ പ്രോഗ്രാമിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റാണ് ക്യൂയിങ് തിയറി. ക്യൂയിങ് തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂയിങ് തിയറി ഡീൽസ് വിത്ത് മാത്തമാറ്റിക്കൽ സ്റ്റഡി ഓഫ് ക്യൂസ്. ഇറ്റ് എയിംസ് അറ്റ് മിനിമൈസിങ് കോസ്റ്റ് ഓഫ് ബോത്ത് സർവീസിങ് ആൻഡ് വെയിറ്റിംഗ്. ക്യൂയിങ് തിയറി എന്ന് പറയുന്നത് ക്യൂവിനെ കുറിച്ചിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ സ്റ്റഡിയാണ്. ക്യൂവില്ലേ, അതിനെക്കുറിച്ചിട്ട്. അതായത് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ക്യൂവും അങ്ങനെയുള്ള ക്യൂ ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോബ്ലം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യൂയിങ് തിയറി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അത് സർവീസ് ഏരിയയിലായിക്കോട്ടെ, ഏത് ഏരിയയിലും ആയിക്കോട്ടെ, വെയിറ്റിങ്ങിൻ്റെ ടൈമിലായാലും ശരി, ഈ ക്യൂ കുറയ്ക്കുക എന്നുള്ള ഒരു എയിമോട് കൂടിയിട്ടാണ് ക്യൂയിങ് തിയറി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് പോയിൻ്റാണ് എന്ത്? ഇൻവെൻട്രി തിയറി. ഇൻവെൻട്രി തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെൻട്രി പ്ലാനിങ് എയിംസ് അറ്റ് ഒപ്റ്റിമൈസിങ് ഇൻവെൻട്രി ലെവൽസ്. അതായത് ഒരു ഇൻവെൻട്രി തിയറിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫേമിൽ ആവശ്യത്തിന് മാത്രം ഇൻവെൻട്രി, അതായത് ഇൻവെൻട്രിയുടെ ക്വാണ്ടിറ്റി കൂടാനും പാടില്ല, ഇൻവെൻട്രിയുടെ ക്വാണ്ടിറ്റി കുറയാനും പാടില്ല. അതായത് അങ്ങനെയുള്ള ആ ഒരു സ്റ്റേജിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമാണ് പ്രൊഡക്ഷൻ സ്മൂത്തായിട്ട് പോവുള്ളൂ. കാരണം എന്താ? ഇൻവെൻട്രിയുടെ ക്വാണ്ടിറ്റി കൂടി കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ ഓവറായിട്ട് ഇൻവെൻട്രി സ്റ്റോറിൽ കെട്ടിക്കിടക്കും. അത് ചിലപ്പോൾ എന്തെങ്കിലും ഡാമേജസ് വരുത്താനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണമാവും. അതല്ല, ഇൻവെൻട്രിയുടെ ക്വാണ്ടിറ്റി കുറവാണെന്നുണ്ടെച്ചെങ്കിൽ അത് പ്രൊഡക്ഷനെ വല്ലാണ്ട് ബാധിക്കും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ആവാൻ തന്നെ ഇൻവെൻട്രിയുടെ ദൗർലഭ്യം കാരണമാവുന്നു. ഇനി നെക്സ്റ്റ് പോയിൻ്റാണ് തിയറി ഓഫ് ഗെയിംസ്. തിയറി ഓഫ് ഗെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിം തിയറി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പറ്റീഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഗെയിം തിയറി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. കോമ്പറ്റീറ്റീവ് സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ട്. ഗെയിം തിയറി ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദി ഒപ്റ്റിമം സ്ട്രാറ്റജി ഇൻ ദി കോമ്പറ്റീറ്റീവ് സിറ്റുവേഷൻ. ഒരു കോമ്പറ്റീറ്റീവ് സിറ്റുവേഷനിൽ എടുക്കേണ്ട ഒപ്റ്റിമം സ്ട്രാറ്റജി എന്താണെന്ന് ഡിറ്റർമൈൻ ചെയ്യാനാണ് ഗെയിം തിയറി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് എന്ത്? ഡിസിഷൻ തിയറി. ഡിസിഷൻ തിയറി ഈസ് കൺസേൺഡ് വിത്ത് മേക്കിംഗ് സൗണ്ട് ഡിസിഷൻസ് അണ്ടർ കണ്ടീഷൻസ് ഓഫ് സർട്ടെയിനിറ്റി, റിസ്ക്, അൺസർട്ടെയിനിറ്റി. അതായത് സർട്ടെയിനിറ്റിയുടെ ബേസിലും റിസ്ക് ഉള്ള ടൈമിലും അൺസർട്ടെയിനിറ്റിയുടെ ബേസിലും ആയാലും ശരി, ഒരു ഫേമിന് ആവശ്യമുള്ള അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന് ആവശ്യമുള്ള സൗണ്ട് ഡിസിഷൻസ് അല്ലെങ്കിൽ ബെറ്റർ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഡിസിഷൻ തിയറി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിൻ്റാണ് എന്ത്? നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗ്. നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ടെക്നിക് ഓഫ് പ്ലാനിങ്, ഷെഡ്യൂളിംഗ്, കൺട്രോളിംഗ്, മോണിറ്ററിങ് ആൻഡ് കോർഡിനേറ്റിംഗ് ലാർജ് ആൻഡ് കോംപ്ലക്സ് പ്രൊജക്ട്സ്. അതായത് എത്ര വലിയ പ്രൊജക്റ്റ് ആയാലും ശരി, അത് പ്ലാൻ ചെയ്യുന്നതും ഷെഡ്യൂൾ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും മോണിറ്ററിങ് ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുന്നത്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോജക്റ്റ് എങ്ങനെ
ഒപ്റ്റിമം ലെവലിൽ, അതായത് കോസ്റ്റ് കുറച്ചിട്ട് ഹൈ പ്രോഫിറ്റായിട്ട് എങ്ങനെ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് പ്ലാൻ ചെയ്യുന്നതും ഷെഡ്യൂൾ ചെയ്യുന്നതുമാണ് എന്ത്, നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഐഡിയൽ ടൈമൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് എങ്ങനെ ബെറ്ററായിട്ട് ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാം ലോ കോസ്റ്റിൽ. അതാണ് നെറ്റ്വർക്ക് പ്രോഗ്രാമിങ്ങിൻ്റെ എയിം എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങും ഷെഡ്യൂളിങ്ങും കൺട്രോളിങ്ങും മോണിറ്ററിങ്ങും ആണ് നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് പോയിൻ്റാണെന്ത്, സിമുലേഷൻ. സിമുലേഷൻ ഈസ് എ ടെക്നിക് ഓഫ് ടെസ്റ്റിംഗ് എ മോഡൽ വിച്ച് റിസംബിൾസ് എ റിയൽ ലൈഫ് സിറ്റുവേഷൻ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു എസ്റ്റിമേറ്റ് ആൻ ഓപ്പറേഷൻ പ്രയർ ടു ആക്ച്വൽ പെർഫോമൻസ്. അതായത് ഒരു സിറ്റുവേഷൻ നമ്മൾ ടെസ്റ്റ് ചെയ്യാണ്. എങ്ങനെ, എസ്റ്റിമേറ്റ് ഓപ്പറേഷൻ പ്രയർ, അതായത് മുൻപ് നടന്ന സെയിം സിറ്റുവേഷനിൽ മുൻപ് എങ്ങനെയാണോ ഡിസിഷൻ എടുത്തത് അത് പ്രകാരമാണ് ഇനി ആക്ച്വലായിട്ട് വരുമ്പോൾ ആക്ച്വൽ പെർഫോമൻസിലുള്ള ഡിസിഷൻ എന്നുള്ളതാണ് സിമുലേഷൻ ടെക്നിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു എസ്റ്റിമേറ്റ് ആൻ ഓപ്പറേഷൻ പ്രയർ ടു ആക്ച്വൽ പെർഫോമൻസ്. പ്രയർ ഓപ്പറേഷനിൽ നിന്ന് ആക്ച്വൽ പെർഫോമൻസ് എസ്റ്റിമേറ്റ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് ആണെന്ത്, സെർച്ച് തിയറി. സെർച്ച് തിയറി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റിസർച്ച് പ്രോബ്ലംസിന് സൊല്യൂഷൻ കണ്ടെത്താനാണ് എന്ത്, സെർച്ച് തിയറി യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പോയിൻ്റ് ആണ് എന്ത്, റീപ്ലേസ്മെൻറ്റ്. Replacement theory is concerned with the determination of the most economic replacement policy. Most economic ആയിട്ടുള്ള റീപ്ലേസ്മെൻറ്റ് പോളിസി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റീപ്ലേസ്മെൻറ്റ് തിയറി യൂസ് ചെയ്യുന്നത്. ഇനി നോൺ ലീനിയർ പ്രോഗ്രാമിംഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, it is a programming technique which involves finding of an optimal solution to a problem in which some or all variables are non-linear. അതായത് കുറച്ച് അല്ലെങ്കിൽ എല്ലാ വേരിയബിൾസും നോൺ ലീനിയർ ആയിട്ടുള്ള സിറ്റുവേഷനിൽ പ്രോബ്ലംസിന് സൊല്യൂഷൻ കണ്ടെത്താനാണ് ഇത് ഉപയോഗിക്കുന്നത്, നോൺ ലീനിയർ പ്രോഗ്രാമിംഗ് ഉപയോഗിക്കുന്നത്. വേരിയബിൾസൊക്കെ നോൺ ലീനിയർ ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താനാണ് ഇത് നോൺ ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ഡൈനാമിക് പ്രോഗ്രാമിംഗ്. ഇറ്റ് ഈസ് എ ടെക്നിക് വിച്ച് അപ്ലൈഡ് ടു സോൾവ് സർട്ടൈൻ പ്രോബ്ലംസ് ബൈ ഡിവൈഡിങ് ദി ടോട്ടൽ പ്രോബ്ലംസ് ഇൻ ടു എ നമ്പർ ഓഫ് സബ്സിഡറി പ്രോബ്ലംസ്. അതായത് ഒരു ടോട്ടൽ പ്രോബ്ലത്തിനെ സബ്സിഡറി പ്രോബ്ലമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, എന്നിട്ട് അതിന് സൊല്യൂഷൻ കണ്ടെത്തുന്നതിനാണ് എന്ത് പറയുന്നത്, ഡൈനാമിക് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് എന്ത്, ഇൻറ്റീജർ പ്രോഗ്രാമിംഗ്. ഇൻറ്റീജർ പ്രോഗ്രാമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ടെക്നിക് ഓഫ് സോൾവിങ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ്. ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു ടെക്നിക്കായിട്ടാണ് ഇൻറ്റീജർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പോയിൻ്റ് ആണെന്ത്, ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് ടെക്നിക്ക്. അതായത് ദിസ് ഈസ് റീസെൻ്റ്ലി ഡെവലപ്ഡ് ടെക്നിക്ക്. ഇപ്പോൾ അടുത്ത കാലത്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ടെക്നിക്കാണ് ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് ടെക്നിക്ക്, വിച്ച് ഈസ് ഡിസൈൻഡ് ടു സോൾവ് ദ കോമ്പിനേഷണൽ പ്രോബ്ലംസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. അതായത് ഡിസിഷൻ മേക്കിങ്ങിലെ കോമ്പിനേഷണൽ പ്രോബ്ലംസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. കോമ്പിനേഷണൽ പ്രോബ്ലംസ് ഡിസിഷൻ മേക്കിങ്ങിലെ ഒഴിവാക്കാനായിട്ടാണ് ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ഇനി കോമ്പിനേഷണൽ പ്രോബ്ലംസ് എന്ന് ഞാൻ പറഞ്ഞുതരാം. കോമ്പിനേഷണൽ പ്രോബ്ലംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ് ആൻഡ് ലൊക്കേഷൻ, പ്ലാന്റും ലൊക്കേഷനും റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, അതുപോലെ തന്നെ പ്രോബ്ലംസ് ഓഫ് ട്രാവലിംഗ് സെയിൽസ്മാൻ, പിന്നെ ഡിറ്റർമിനിങ് മിനിമം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, പ്രൊഡക്റ്റിൻ്റെ മിനിമം കോസ്റ്റും പ്രൊഡക്ഷനും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ, ഇതാണ് എന്ത് പറയുന്നത്, കോമ്പിനേഷണൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. അതായത് ഒന്ന് മറ്റൊന്നായിട്ട് റിലേറ്റ് ചെയ്തിരിക്കും. അത്തരം പ്രോബ്ലംസിന് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പോയിൻ്റാണ് ക്വാഡ്രാറ്റിക് പ്രോഗ്രാമിംഗ്.
അതായത് ഇറ്റ് ഈസ് എ ടെക്നിക് ഡിസൈൻ ടു സോൾവ് സർട്ടൈൻ പ്രോബ്ലംസ് ദ ഒബ്ജക്റ്റീവ് ഫങ്ഷൻ ഓഫ് വിച്ച് takes the form of quadratic equation containing squared terms. അതായത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് പ്രോബ്ലംസിന് സൊല്യൂഷൻ കണ്ടെത്തുക, അതാണ് ക്വാഡ്രാറ്റിക് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണെന്ത് പാരാമെട്രിക് പ്രോഗ്രാമിംഗ്. അതായത് ഇറ്റ് ഈസ് എ ടെക്നിക് ഡിസൈൻ ടു സോൾവ് പ്രോബ്ലം കൺസിസ്റ്റിംഗ് ഓഫ് മോർ ദാൻ വൺ ഒബ്ജക്റ്റീവ് ഫങ്ഷൻ വിത്ത് വേരിയിങ് ഡിഗ്രി ഓഫ് പ്രയോറിറ്റീസ്. അതായത് വേരിയിങ് ഡിഗ്രി ഓഫ് പ്രയോറിറ്റീസ് കൺസിഡർ ചെയ്തിട്ട് പ്രോബ്ലംസിന് സൊല്യൂഷൻ കണ്ടെത്തുക, അതാണ് പാരാമെട്രിക് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. ഒന്ന് വായിച്ചു നോക്കുക, ഇനി ബാക്കി അടുത്ത ക്ലാസ്സിലെടുക്കാം. ഓക്കെ, താങ്ക് യു.